എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു. യൗസേപിതാവിന്റെ ദൈവാലയം, ദ ചർച്ച് ഓഫ് സെയിന്റ് ജോസഫ്, മംഗളവാർത്ത ബസിലിക്കയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ദൈവാലയമാണ് സെന്റ് ജോസഫിൻ്റേത്. നസറത്ത് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തില് 30-40 കുടുംബങ്ങളുണ്ടായിരുന്ന ആ ഗ്രാമത്തില് തൊട്ടടുത്ത് തന്നെ താമസിച്ചിരുന്ന വീടുകളായിരുന്നു ഇവരുടേത് എന്നാണ് നിഗമനം. യൗസേപിതാവിൻ്റെ ദേവാലയത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലെ അർക്കുൾഫ് എന്ന് പറയുന്ന തീർത്ഥാടകനിൽ നിന്നാണ്. അദ്ദേഹം 2 ദേവാലയങ്ങൾ ഉണ്ടായിരുന്നതായി പറയുന്നു. അതിലൊരു ദേവാലയം ചർച്ച് ഓഫ് ന്യൂട്രീഷൻ, ഈശോ വളർന്നു വന്ന സ്ഥലം. ആ സ്ഥലത്ത് 1914 പണിത ദേവാലയമാണ് ഇപ്പോൾ നിൽക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ മുകളിലത്തെ അൾത്താരയിലും താഴെ അടിപ്പള്ളിയിൽ ചെന്നാൽ അവിടെ ചിൽ ജനാലയിലും ചിത്രീകരിക്കുന്ന 3 രംഗങ്ങൾ യൗസേപിതാവും മാതാവും തമ്മിലുള്ള വിവാഹം, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായിട്ടുള്ള യൗസേപിതാവ്, മാലാഖ സന്ദേശം നൽകുന്ന ഉറങ്ങുന്ന യൗസേപിതാവ്, ഈ 3 രംഗങ്ങളാണ്. താഴോട്ട് ഇറങ്ങുന്ന ഇടത് സൈഡിലെ ചുമരിൽ മരപ്പണിക്കാരനായ യൗസേപിതാവിനെ സഹായിക്കുന്ന, മരപ്പണിയിൽ സഹായിക്കുന്ന ഉണ്ണീശോയുടെ ഫ്രഞ്ചുകാരൻ നിർമ്മിച്ച പ്രശസ്തമായിട്ടുള്ള ചിത്രമുണ്ട്. താഴെ അടിപ്പള്ളിയിലേക്ക് ചെന്നാൽ വെള്ളം ശേഖരിക്കുന്ന സ്ഥലങ്ങൾ, സീലോസ്, മറ്റ് സാധന സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ നടുക്ക് കാണുക മൊസൈക്ക് തറയുള്ള ഒരു വലിയ കുഴിയാണ്. ഇതിനെ ഗവേഷകർ പറയുക മാമോദീസ തൊട്ടി എന്നാണ്. യഹൂദ ക്രൈസ്തവരുടെ മാമോദീസ തൊട്ടി. അതിൽ 7 കൂദാശകളുടെ അവതരണങ്ങൾ, സ്റ്റെപ്പുകൾ എല്ലാം ഉണ്ട്. 2 തരത്തിൽ അനുമാനിക്കാം. ഒന്നുകിൽ യഹൂദ ക്രൈസ്തവരുടെ മാമോദീസ തൊട്ടി കർത്താവ് ജനിച്ച് വളർന്ന സ്ഥലത്ത്, കർത്താവിൻ്റെ വീട്, അവരുടെ ആദ്യത്തെ സങ്കേതമാക്കിയിട്ട് അവർ മാറ്റിയതായിരിക്കാം. ഇല്ലെങ്കിൽ മൊസൈക്ക് തറകൾ വലിയ കുടുംബങ്ങളുടെ തറകളാണ്. അതുകൊണ്ട് യൗസേപിതാവിൻ്റെ പണിശാലയായിരുന്നിരിക്കാം ഇത് എന്നുള്ളതാണ് മറ്റൊരു അനുമാനം. എങ്ങനെയായാലും യൗസേപിതാവും തിരുക്കുടുംബവും താമസിച്ചിരുന്ന സ്ഥലത്തെയാണ് ഇവിടെ ചിത്രീകരിക്കുക. മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി എല്ലാത്തിലും അവരെ സഹായിച്ചുകൊണ്ട് കടന്നുപോയ ഉണ്ണീശോയെ ഓർക്കുന്നതോടൊപ്പം നീതിമാനായി എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിച്ച യൗസേപിതാവിനെ കൂടി ഈ ദിനങ്ങളിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതവും ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ഏതൊരു ജീവിത സാഹചര്യങ്ങളെയും കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നിൽ വാഴുന്നു.